ജപ്പാനിലെല്ലാം നമസ്കാരം. ഇന്നത്തെ ഡേ 2 ബാംഗ്ലൂർ തുടങ്ങിയത് ചെറിയ ബ്ലോസം കണ്ടിട്ടാണ് കേട്ടോ. ശരിക്കും എന്ത് രസമല്ലേ കാണാൻ. ജപ്പാനിലെല്ലാം പോയ പോലെ ഉണ്ട് ഇത് കാണുമ്പോൾ. മേലേന്ന് താഴേക്ക് നോക്കുമ്പോൾ അന്ന് ജപ്പാനല്ല ബാംഗ്ലൂർ ആണെന്ന് ഓർമ്മ വരുന്നു. പിന്നെ ഇതാണ് എന്റെ അമ്മേന്റെ ഏച്ചിന്റെ മോൻ. ഞങ്ങൾ രണ്ടാളും സെയിം ഏജിലുള്ള കസിൻസ് തമ്മിൽ ഒരു പ്രത്യേക വൈബായിരിക്കും. ആ വൈബ് ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം ഫുൾ ഷോപ്പിംഗ് ആണ് ഞങ്ങൾ വിചാരിച്ചത്. ചിക്പേട്ടും KR മാർക്കറ്റും മൊത്തത്തിൽ അങ്ങ് അരിച്ചു പറക്കലാണ് നമ്മളെ ലക്ഷ്യം. ആവേശത്തിനേറിയ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്യാന്ന് പറയുന്നെങ്കിലും അത് 3 സീറ്റിലെ പരിപാടി. നടന്ന് മനുഷ്യന്റെ ഊപ്പാടൽകി ഓരോരുത്തർ ഓരോ മൂലക്ക് ഇരിക്കാനും വരെ തുടങ്ങി. ഇവിടെയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് പോലും ഇല്ല. സ്പോട്ട് ഉണ്ടെങ്കിൽ തന്നെ ആടൊന്നും തീരെ വൃത്തിയില്ല. പക്ഷെ അപ്പൊ അന്ന് ദൈവദൂതന്മാരെ പോലെ രണ്ടാൾക്കാരെ സാമ്പാർ സാധം കൊണ്ട് എന്തോ നേർച്ചന്റെ ഭാഗമായിട്ട് കൊണ്ടു തന്നെ. വിശന്ന് നിൽക്കുന്ന സമയത്ത് ഇത് കിട്ടിയാൽ എന്റെ സാറേ ഒന്നും പറയണ്ട. പിന്നെയും കുറെ നടന്ന് വീണ്ടും വിശന്നേരം നമ്മളൊരു ഹോട്ടലിൽ കയറി ബിരിയാണി. ബാംഗ്ലൂർ ലൈഫ് ബാംഗ്ലൂർ ടേസ്റ്റിനെ പോലെ അടിപൊളിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്ക്. ഇതെല്ലാം കാണുമ്പോൾ കേരളത്തിൽ അടിപൊളിയാണെന്ന് ഇങ്ങനെ ആലോചിച്ച് പോയി. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഡ്രസ്സിനല്ല ചെറിയ പൈസയില്ല. നാട്ടിൽ 600 രൂപക്കെല്ലാം കൊടുത്ത് വാങ്ങുന്ന ചുരിദാറിനുള്ള ഇവിടെ 100 രൂപയും 350 രൂപയല്ലേ. ഡ്രസ്സ് മാത്രമല്ല ചെരുപ്പും ആക്സസറീസും തുടങ്ങി കുറെ കാര്യങ്ങളിലെല്ലാം നല്ല പൈസ കുറവാണ്. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടണമെങ്കിൽ നടന്ന് ഇതുപോലെ കുറച്ച് പണ്ടാറടങ്ങേണ്ടി. പിന്നെ ഈ കാണുന്ന ഗിഫ്റ്റ് റാപ്പ് ഗിവ് അവേ ബോക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇവിടെ മനുഷ്യന്മാർക്ക് ഒരു വിലയില്ലെങ്കിലും ദൈവങ്ങൾക്ക് വലിയ വിലയാണ്. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി. ഏടെ സ്റ്റുഡിയോ കണ്ടാലും ഞാൻ അവിടെ കയറാണ്ട് പോലില്ല. അതിനുള്ള തെളിവ് വന്ന് ചാവക്കാട് സ്റ്റുഡിയോ ഞാൻ വാങ്ങി. ഈ ടോപ്പ് ഇതാ ബാംഗ്ലൂർ സ്റ്റുഡിയോയിലും തൂങ്ങി കിടക്കുന്നുണ്ട്. എനിക്ക് മറ്റേ ജയറാമിന്റെ പാപ്പ മൊമെന്റ് ഇപ്പൊ വന്നത്. സ്റ്റുഡിയോയിൽ കയറിയാൽ ആദ്യം ഞാൻ നോക്കല് ജേഴ്സി ഉണ്ടോ. ഇവരെന്തെങ്കിലും ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി. കൂടെ ഞാനും ഒരു കിൻഡിൽ ഡ്രസ്സ് എടുത്ത് നോക്കി ട്രയൽ ചെയ്തു. പക്ഷെ എനിക്ക് ഒന്നും ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല അമ്മക്കും താ പാപ്പ മൊമെന്റ്. ആടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തോണ്ട് ഞാൻ വേഗം വെസ്റ്റ് സൈഡിൽ പോയി. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അതിലെനിക്ക് മഞ്ഞ ക്രോപ്പ് ടോപ്പ് നല്ല ഇഷ്ടമായി. ഞാൻ അതെടുത്തു. ഈ കുപ്പായി നോക്കി നേഴ്സിനെ പോലെ എന്നെ കാണാൻ. പിന്നെ എന്റെ അച്ഛനിടുന്നോളത്തെ ഷർട്ട് സ്റ്റൈൽ ചെയ്ത രസം വിചാരിച്ച് ഞാൻ അതും ഇവിടുത്തെ കുർത്തി കളക്ഷൻ അത്യാവശ്യം നല്ല രസം. ഞാൻ എന്താ നിങ്ങൾ ഇപ്പൊ കണ്ണി കുർത്തി ഞാൻ എടുത്തു. അത് നമ്മൾ അവിടെ ഇറങ്ങി മേഘ്ന റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് ചെയ്തു. ബാംഗ്ലൂർ പോകുന്ന ആൾക്കാർ ഈ റെസ്റ്റോറന്റിന്റെ പേര് സേവ് ചെയ്ത് വെച്ചോ. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണ്. ശുഭം. അങ്ങനെ ഇന്നത്തെ ഡേ